ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള എലിമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കയറാം. ഫസ്റ്റ്, ഇൻ പി ബ്ലോക്ക് എലിമെന്റ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ദി ഔട്ടർമോസ്റ്റ് പി ഓർബിറ്റ്. ഔട്ടർമോസ്റ്റ് പി ഓർബിറ്റിൽ വാലൻസ് ഇലക്ട്രോൺ കയറുന്നതുകൊണ്ടാണ് ഈ പി ബ്ലോക്ക് എലിമെന്റ്സിൽ ഉൾപ്പെടുത്തിയത്. Maximum number of electrons that can be accommodated in a set of p orbital is 6. Consequently, there are 6 group of p block elements in the periodic table numbering from 13 to 18. അപ്പോൾ p block elements p orbital അവസാനത്തെ ഇലക്ട്രോൺസ് കയറുന്നത്. മാത്രമല്ല അവിടെ 6 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് അവിടെ 6 ഗ്രൂപ്പ് ഉണ്ട്. Their valence electronic configuration is ns2 np1 to 6 except for helium. ഹീലിയത്തിന് 1s2 ആണ് കോൺഫിഗറേഷൻ. അവിടെ p orbital ഇലക്ട്രോൺസ് ഇല്ല. The maximum oxidation state shown by p block element is equal to the total number of valence electrons. Maximum oxidation state എന്ന് പറയുന്നത് എന്താണ്? വാലൻസ് ഇലക്ട്രോൺസിന്റെ സം ആണ്. വെച്ചാൽ എസും പി ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോഴുള്ള അതിന്റെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എലമെന്റ്. In boron, carbon and nitrogen families, the group oxidation state is the most stable state for the lighter elements in the group. However, the oxidation state 2 units less than the group oxidation become progressively more stable for the heavier elements in each group. ഇതെന്താണ് പറയുന്നത്? ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണ്. ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുമ്പോൾ ലൈറ്റർ എലമെന്റ്സ് വെച്ചാൽ ഗ്രൂപ്പിൽ മേലെ വരുന്ന എലമെന്റ്സിന് എന്താണ് ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ഏറ്റവും സ്റ്റേബിൾ. പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് മേലെ നിന്ന് താഴോട്ട് പോകുമ്പോൾ എന്താണ് ആ ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റിനെക്കാളും 2 ലെസ് ആയിട്ടുള്ള ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ഹെവിയർ എലമെന്റ്സിന് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് ഓരോ ഗ്രൂപ്പിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓക്സിഡൈസ് സ്റ്റേറ്റുകളും പറയുന്നുണ്ട്. 13 ആണെങ്കിൽ ഗ്രൂപ്പ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താണ് +3, 14 +4, 15 +5, 16 +6, 17 +7, 18 +8 അറിയാം. പിന്നെ വേറെ ഏതൊക്കെ ഓക്സിജൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നുണ്ടോ അതും നമ്മൾ ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിൽ മാത്രമാണ് എന്ത് നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്. The non-metallic character of elements decreases down the group. അപ്പം ഗ്രൂപ്പിൽ മേലെ താഴോട്ട് വരുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താണ് കുറഞ്ഞു വരും. അഥവാ താഴോട്ട് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നെന്ന് പറയാം. The non-metal oxides are acidic or neutral, whereas metal oxides are basic in nature. The first member of P block differ from the remaining members of the corresponding group. ഇപ്പം ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് മെമ്പർ ബാക്കിയുള്ള മെമ്പേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 13 ഗ്രൂപ്പ് എടുക്കാം. 13 ഗ്രൂപ്പിൽ ബോറോണ് എന്താണ് മാക്സിമം കോവാലൻസ് എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ അതിനുശേഷമുള്ള അലൂമിനിയത്തിൽ എന്താണ് AlF6 അതാണ് 6 കോവാലൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഓക്സൈഡിൽ നോക്കി ഫോർ എക്സാമ്പിൾ നൈട്രജൻ ഫാമിലി എടുക്കാം. നൈട്രജൻ ഫാമിലി എടുക്കുമ്പോൾ എന്താ നൈട്രൈറ്റ് അയോൺ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് അയോൺ. അവിടുത്തെ കോവാലൻസ് നോക്കുകയാണെങ്കിൽ എന്താ നൈട്രജൻ എന്താണ് 3 ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോസ്ഫറസ് 4 ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ ഡി ഓർബിറ്റലിന്റെ ആബ്സെൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോവാലൻസ് കൂടുന്നത്. The first member of a group differs from the heavier members in its ability to form p-pi multiple bonds to itself. എന്താണ് പറയുന്നത്? ഫസ്റ്റ് മെമ്പർ അവരായിട്ട് ഇപ്പൊ കാർബൺ ആണെങ്കിൽ കാർബൺ ആയിട്ട് തന്നെ എന്താണ് പൈ ബോണ്ട് ഉണ്ടാക്കാറുണ്ട്. സി ഡബിൾ ബോണ്ട് സി, സി ട്രിപ്പിൾ ബോണ്ട് സി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള എലമെന്റ്സ് അങ്ങനെ ചെയ്യാറില്ല. The coordination number in species of heavier elements may be higher than that of the first element in the same oxygen state. അത് നമ്മൾ പറഞ്ഞു ഒരേ ഓക്സിജൻ സ്റ്റേറ്റിലാണ്. ഇപ്പൊ നൈട്രജൻ ഫോസ്ഫേറ്റും ആണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. രണ്ടിലും എന്താണ് നൈട്രജന്റെയും ഫോസ്ഫേറ്റിന്റെയും ഓക്സിജൻ സ്റ്റേറ്റ് 3 തന്നെയാണ്. പക്ഷെ അവരുടെ കോവാലൻസ് എന്താണ് സെയിം അല്ല. കാരണം താഴോട്ട് വരും തോറും എന്താണ് കോവാലൻസ് കൂടി വരും. ഗ്രൂപ്പ് 13 അല്ലെങ്കിൽ ബോറോൺ ബോറോൺ നോൺ മെറ്റൽ ആണ്. നേരത്തെ എന്താണ് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും എന്താണ് മെറ്റാലിക് എന്താണ്
അലൂമിനിയം ആണ്. പക്ഷെ എന്താ അവര് എക്സ്ക്ലൂസീവ്ലി the outer electronic configuration of these elements is ns2 np1. ns2 np1 ആണ്. അപ്പോൾ valence number of electrons എന്ന് പറയുന്നത് s plus p 3 ആണ്. ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റും എന്താണ് +3 ആണ്. ഇനി അറ്റോമിക് റേഡിയസ് നോർമൽ ട്രെൻഡ് ആണ്. ഗ്രൂപ്പിൽ മേളിൽ താഴെ വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടണം. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ഗാലിയത്തിനേക്കാളും അറ്റോമിക് റേഡിയസ് കൂടിയതാണ് ആര്? അലൂമിനിയം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഗാലിയത്തിൽ എക്സ്ട്രാ ഒരു 10 ഡി ഇലക്ട്രോൺസ് വരുന്നുണ്ട്. നമുക്കറിയാം സ്ക്രീനിങ് എഫക്റ്റ് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ സ്ക്രീനിങ് എഫക്റ്റ് ഉള്ളത് എസ് പിന്നെ പി ഡി എഫ് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഡി ഇലക്ട്രോൺസിന് സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ്. അതുകൊണ്ട് എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരും. അത് കാരണമാണ് എന്താണ് ഗാലിയത്തിന്റെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് അലൂമിനിയത്തിനേക്കാളും കുറവാണ്. കുറഞ്ഞു വരേണ്ടതാണ്. കാരണം എന്താ അറ്റോമിക് സൈസ് കൂടി വരുന്നതിലേക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇലക്ട്രോണെ കളയാൻ എളുപ്പമാവുന്നു. അതുകൊണ്ടാണ് അയനൈസേഷൻ എൻതാൽപ്പി താഴോട്ട് കുറഞ്ഞു വരുന്നത്. ഇവിടുത്തെ അയനൈസേഷൻ എനർജിയുടെ ഓർഡർ എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ വ്യത്യാസം ഉണ്ട് ചെറിയ. ബോറോൺ ആണ് കൂടുതൽ. താഴോട്ട് ഇന്ത്യ അലൂമിനിയത്തിന് ഏറ്റവും കുറവാണ്. ഇത് ഇവിടെയും ഇവിടെ സ്ക്രീനിങ് എഫക്റ്റ് ആണ് റീസൺ ആയിട്ട് പറയുന്നത്. അലൂമിനിയത്തിനാണ് ഏറ്റവും കുറവെന്ന് വരും. പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അതിന് അയനൈസേഷൻ എന്തായാലും രണ്ടുകൊണ്ട് കാര്യങ്ങളും പറയാനുണ്ട്. പിന്നെ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയനൈസേഷൻ ഇതൊക്കെ നോർമൽ ഓർഡർ തന്നെയാണ്. കൂടി വരുത്തേ ഉള്ളൂ. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ കാര്യം പറയാനുണ്ട്. ഗ്രൂപ്പിൽ മേലെ താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആദ്യം ഒന്ന് കുറയുന്നുണ്ട്. ബോറോണിന്റെ അലൂമിനിയം എന്താ കുറയുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കൂടി വരുന്നു. ഇതിന്റെ ഓർഡർ ഇതാണെങ്കിൽ ബോറോൺ കൂടുതൽ. അയനൈസേഷൻ എന്താൽപ്പി വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അയനൈസേഷൻ എന്താൽപ്പിയുടെ ഓർഡർ വരുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് ബോറോൺ എന്താണ്? നോൺ മെറ്റൽ ആണ് നമ്മൾ പറഞ്ഞു. It's extremely hard and black colored solid. It exists in many allotropic forms. Boron ഒരുപാട് allotropic forms ഉണ്ട്. Due to very strong crystalline lattice, boron has unusually high melting point. Rest of the members are soft metals with low melting point and high electrical conductivity. Gallium with unusually low melting point. ഗാലിയത്തിന് മെൽറ്റിംഗ് പോയിന്റ് 303 കെൽവിൻ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ സമ്മർ ഒക്കെ ആണെങ്കിൽ എന്താണ് റൂം ടെമ്പറേച്ചർ തന്നെ ഗാലിയം ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ അപ്പം ലോ മെൽറ്റിംഗ് ആണ്, ഇതിന് ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള നമുക്ക് ഗാലിയം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഡെൻസിറ്റി ഓഫ് എലമെന്റ്സ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഫ്രം ബോറോണിന്റെ തല. എന്താണ് നോർമൽ ഓർഡർ തന്നെയാണ്. താഴോട്ട് ഡെൻസിറ്റി കൂടി വരും. നമുക്ക് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഈ ടേബിൾ ഒന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് ആയിട്ട് വരുന്നത്? നമ്മുടെ അറ്റോമിക് റേഡിയസിൽ എന്താണ് അലൂമിനിയം ഗാലിയത്തിനേക്കാളും കൂടുതലാണ്.
പക്ഷെ ആലോചിക്കേണ്ട അയോണിക് റേഡിയസിൽ ആ വ്യത്യാസം ഇല്ല. പിന്നെ അയനൈസേഷൻ എന്തായാലും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെയും പറഞ്ഞു. നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോവാം. ഫസ്റ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റും ടെൻസ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി. ബോറോൺ doesn't form +3 ions and form only covalent compounds. ബോറോൺ ആണ്, ബോറോൺ +3 ions, +3 ഓക്സിഡൈസ് സ്റ്റേറ്റ് അല്ല, +3 ions എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. But as we move from boron to aluminum, the sum of the first 3 ionization enthalpies of aluminum considerably decreases and is therefore able to form aluminum Al3 plus ions. എന്താണ് ബോറോണിന്റെ ആദ്യത്തെ 3 അയനൈസേഷൻ എന്തൽപിയുടെ സം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ടാണ് തന്നെ +3 അയോൺസ് ഫോം ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അലൂമിനത്തെ കേസ് വരുമ്പോൾ കൺസിഡറബിളി ഇച്ചിരി ലോ ആണ്. അതുകൊണ്ട് അത് Al3 പ്ലസ് അയോൺസ് ഫോം ചെയ്യും. താഴോട്ടുള്ള എല്ലാവരും എന്താണ് Al3 പ്ലസ് അയോൺസ് ഫോം ചെയ്യാറുണ്ട്. However, down the group, due to poor shielding effect of the intervening d and f orbitals, the increased effective nuclear charge holds ns electrons tightly and thereby restricts their participation in bonding. എന്താണ് താഴോട്ട് വരുന്നതോറും ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് സ്ക്രീനിങ് എഫക്ട് കുറയും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പൊ എന്താണ് എസ് ഓർബിറ്റുള്ള ഇലക്ട്രോൺസ് അവരെന്താണ് അയോൺസ് ഫോം ചെയ്യാൻ വേണ്ടി ഈസിലി വിട്ട് ഈ ഓക്സിഡൈസ് സ്റ്റേറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. താഴോട്ട് വരുമ്പോൾ +3 ഓക്സിഡൈസ് സ്റ്റേറ്റ് ലെസ് ആൻഡ് ലെസ് സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ താഴെ വരുമ്പോൾ എന്താണ് +1 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ് കൂടുതലും കാണുന്നത്. അഥവാ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടി വരും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഫോർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് താഴോട്ട് വരുന്നതോറും കൂടി വരും. അലൂമിനിയം ലെസ് ദാൻ, ഗാലിയം ലെസ് ദാൻ, ഇന്ത്യൻ ലെസ് ദാൻ, താലിയം. +3 oxidation state for thallium is highly oxidizing. എന്നുവെച്ചാൽ +3 ഓക്സിഡേഷനിലുള്ള താലിയത്തിന്റെ കോവലന്റ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ റിയാക്ട് ചെയ്യുന്നെങ്കിൽ അത് മറ്റേ റിയാക്ട് ചെയ്യുന്ന മറ്റേ കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്ത് എന്താണ് സ്വയം റിഡക്ഷൻ നടക്കും. എന്താ ആ റിഡക്ഷനിലൂടെ താലിയം 3+ എന്തായിട്ട് മാറും, താലിയം 1+ ആയിട്ട് മാറും. അടുത്ത എന്താണ് +1 oxidation state is more ionic. It's more ionic than +3 oxidation state. In trivalent state, the number of electrons around the central atom in a molecule of the compound of these elements will be only 6. Then BF3 compound, covalent compound. അതിന് മൊത്തത്തിൽ ഇലക്ട്രോൺ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് വരുന്നുള്ളൂ? BF3 ആണപ്പോൾ 6 ഇലക്ട്രോൺസേ വരുന്നുള്ളൂ. അപ്പൊ എന്താണ് ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഹാലൈഡ്സ് ആണ് ഫോം ചെയ്തത്. അപ്പൊ എന്താ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് എന്താണ് ഇവര് they have tendency to accept a pair of electrons. ഇപ്പൊ ഇവര് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവര് ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. The tendency to behave as Lewis acid decreases with increase in the size down the group. പക്ഷെ എന്താണ് ലൂയിസ് ആസിഡ് ആയിട്ടുള്ള ടെൻഡൻസി എന്താ ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ ഇത് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ലൂയിസ് ആസിഡ് ആക്ടിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താണ് BCl3 NH3 കൂടെ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടായി ഈ മോളിക്യൂൾ ഫോം ചെയ്തത്. എന്താണ് ടെട്രാഹൈഡ്രലാണ്. പിന്നെ വരുന്നത് നമ്മുടെ AlCl3. അതെന്താ അത് ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താണ് Al2Cl6 ആയിട്ട്. ഇവിടെ എന്താ ക്ലോറിന്റെ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്താണ് ഇവിടുത്തെ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇതെന്താ ഇതൊരു നോക്കുമ്പോൾ സത്യത്തിൽ ഒരു ബ്രിഡ്ജ് ബോണ്ടിങ് ആണ്. ബ്രിഡ്ജ് ബോണ്ടിങ് ആകുമ്പോൾ എന്താ ഇതൊരു 3-centered 4 electron electron rich type of bridge bonding. 3-centered 4 electron bond വഴി എന്താണ് AlCl3 ഡൈമർ ആയിട്ട് നിൽക്കും. In trivalent state, most of the compounds being covalent are hydrolyzed in water. അപ്പോൾ trivalent സ്റ്റേറ്റിൽ എന്താണ് most of the compounds എന്താണ് കോവാലന്റ് ആണ്. അപ്പോൾ അവർ ഹൈഡ്രോലൈസ് നടക്കും. ഫോർ എക്സാമ്പിൾ MX3 എന്ന് പറയുന്നത് എന്താണ് MOH4 എന്താണ് മൈനസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് പറയുന്നത്.
AlCl3 in acidified aqueous solution. Acidified aqueous solution AlCl3 എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു? AlCl3 ഇട്ടാൽ എന്ത് പറ്റും? അത് ഹൈഡ്രോലൈസ് എന്തായി AlH2O6 3+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതിനകത്ത് എന്താണ് sp3d2 ആണ് ഹൈബ്രിഡൈസേഷൻ. എന്താ ഷേപ്പ് പറയുമ്പോൾ ഒക്ടാഹൈഡ്രലോ. ഞാൻ പറയാനുള്ളത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ. ബോറോൺ ഈസ് അൺറിയാക്റ്റീവ് ഇൻ ക്രിസ്റ്റലൈൻ ഫോം. ബോറോൺ റിയാക്ട് ചെയ്യത്തില്ല. അലൂമിനിയം എന്താണ്? അലൂമിനിയം ഇതാണ് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. അതുകൊണ്ട് എന്താ അതും എയറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. Amorphous boron and aluminum metal on heating in air form B2O3 and Al2O3. With dinitrogen high temperature, they form nitrides. From oxygen നമ്മൾ ഹീറ്റ് ചെയ്യുന്നപ്പോൾ എന്താ ഓക്സൈഡ് ഉണ്ടാവും E2O3. നൈട്രജൻ ആണെങ്കിൽ അവരുടെ നൈട്രൈഡ് കറസ്പോണ്ടിങ് നൈട്രൈഡ് ഫോം ചെയ്യും. ഇനി B2O3 എന്താ ബോറോണിന്റെ ഓക്സൈഡ് എന്താണ്? അസിഡിക്കാണ്. അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും ആംഫോഡറിക് എന്താ ഒരു അസിഡിക്കാണ് ബേസിക്കും പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട്. അസിഡിക്കും ബേസിക്കും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആസിഡായിട്ട് ബേസ് ആയിട്ട് അവർ റിയാക്ട് ചെയ്യും. ഇന്ത്യത്തിന്റെ തൈലത്തിന്റെ ഓക്സൈഡ് ആണെങ്കിൽ അവർ ബേസിക്കാണ്. ഇനി ഇവരുടെ ആസിഡ് ആൽക്കലി ആയിട്ടുള്ള റിയാക്ടിവിറ്റി ആണ് നോക്കുന്നത്. Boron does not react with acids and alkalis even at moderate temperature, but aluminum dissolves in mineral acids and aqueous alkalis and that show amphoteric character. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് എന്താണ് ആംഫോട്ടറിക് ആണ്. അപ്പൊ അവർ ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. Aluminum dissolves in dilute HCl and liberates dihydrogen. അലൂമിനിയം HCl റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡൈഹൈഡ്രജൻ ലിബറേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അലൂമിനിയം HNO3 ആയിട്ട് റിയാക്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ടാ? കാരണം അലൂമിനിയം HNO3 ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് HNO3 ആയിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ അലൂമിനിയം ഓൾസോ റിയാക്ട്സ് വിത്ത് അക്വസ് ആൽക്കലി ആൻഡ് ലിബറേറ്റ്സ് ഡൈഹൈഡ്രജൻ. ആൽക്കലി ആയിട്ടുണ്ട് ആംഫോട്ടറിക് ആയിട്ട് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്താലും ഡൈഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. അടുത്ത ഹാലജൻ ആയിട്ടുള്ള റിയാക്ട്. These elements react with halogens to form trihalides. ട്രൈഹാലൈഡ്സ് ഫോം ചെയ്യും. പക്ഷെ എന്താണ്? TlI3 ഉണ്ടാവത്തില്ല. കാരണം അത് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. രണ്ടിനും വലിയ സൈസുള്ള കോമ്പൗണ്ട്സ് ആണ്. രണ്ടിനും വലിയ സൈസുള്ള ആറ്റം കൊണ്ട് TlI3 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കുറച്ച് കാർബണിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് നോക്കാം. കാർബണിന്റെ കോവാലന്റ് ഹാലൈഡ്സ്. സോറി, കാർബൺ അല്ല, ബോറോൺ. എന്താണ് ഹൈഡ്രോലൈസ് ചെയ്തെന്താണ്? MOH4 മൈനസ് ആവും. പിന്നെ MH2O6 ആവും. പക്ഷേ ഈ MH2O6 എന്ന് പറയുന്ന ആരാണ് ഫോം ചെയ്യുന്നത്? ബോറോൺ ഫോം ചെയ്തില്ല. നോട്ട് ബോറോൺ. പിന്നെ മോണോമറിക് ട്രൈഹാലൈഡ്സ് ആക്ട് ആസ് ലൂയിസ് ആസിഡ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. BF3NH3 കൂടെ റിയാക്ട് ചെയ്താൽ NH3 ലൂയിസ് ബേസ് ആണ്. അത് ലൂയിസ് ആസിഡ് ആയിട്ടുള്ള BF3 കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് sp3 ഹൈബ്രൈസ്ഡ് ഒരു കോമ്പൗണ്ട് കിട്ടും. മാക്സിമം കോവാലൻസ് ഓഫ് ബോറോൺ is 4 ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് d ഓർബിറ്റൽ. അത് നമ്മൾ പറഞ്ഞിരുന്നു. അതർ മെറ്റൽ ഹാലൈഡ്സ് ആർ ഡൈമറൈസ് ത്രൂ ഹാലജൻ ബ്രിഡ്ജിങ്. അത് നമ്മൾ AlCl3 3 സെന്റർഡ് 4 ഇലക്ട്രോൺ റിച്ച് ബ്രിഡ്ജ് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ബോറോണിനെ കുറച്ച് കോമ്പൗണ്ട്സിനെ പറ്റി നമുക്ക് പറയാം. ഫസ്റ്റ് ബൊറാക്സ്. ബൊറാക്സിന്റെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? Na2B4O7 10H2O ഡെക്കഹൈഡ്രേറ്റ് ആണ് നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ഉള്ള ഫോർമുല പറയുകയാണെങ്കിൽ എന്താ? ഇതാണ് സൈഡിൽ കൊടുത്തേക്കുന്നതാണ് ഫോർമുല. ഡെക്കഹൈഡ്രേറ്റ് അല്ല, 8H2 വെളിയിൽ വരുന്നുള്ളൂ. Borax dissolves in water to give an alkaline solution. From the water react നമുക്ക് NaOH കിട്ടും. അതുകൊണ്ട് ആൽക്കലൈൻ സൊല്യൂഷൻ തരും. മാത്രമല്ല അവിടെ ഓർത്തോബോറിക് ആസിഡ് ഉണ്ടാവും, H3BO3. On heating, borax first loses water molecules and swells up. On further heating, it turns into transparent liquid which solidifies into glass-like material known as borax. ഇപ്പൊ ആദ്യം നമ്മൾ ബൊറാക്സിനെ ഹീറ്റ് ചെയ്താൽ എന്താവും? അത് സ്വെല്ലപ്പ് ആവും. എന്നിട്ട് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്കൊരു ഗ്ലാസ് ലൈക്ക് മെറ്റീരിയൽ കിട്ടും എന്നാണ് പറയുന്നത്. അതിന്റെ പേരാണ് ബൊറാക്സ് ബീഡ്. ബൊറാക്സ് ബീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം മെറ്റാബോറേറ്റ് പ്ലസ് ബോറിക് അൺഹൈഡ്രേറ്റ്. അതിനെയാണ് നമ്മൾ ബൊറാക്സ് ബീഡ് എന്ന് പറയുന്നത്. NaBO2 പ്ലസ് B2O3. ഈ ബൊറാക്സ് ബീഡ് എന്താ, നമുക്ക് അത് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബൊറാക്സ് ബീഡ് can be used to identify many transition metals. They have characteristic colors. അപ്പം ഓരോ ട്രാൻസിഷൻ മെറ്റൽ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പല കളറാണ്. അതിന്റെ എക്സാമ്പിൾ ലെൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കൊബാൾട്ടിന്റെ ഓക്സൈഡ്. അത് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് COBO2 ടൈപ്സ് കിട്ടും. അതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അടുത്ത ഓർത്തോബോറിക് ആസിഡ് നമ്മൾ പറഞ്ഞു. ഓർത്തോബോറിക് ആസിഡ് is a white crystalline solid with soapy touch. It is sparingly soluble in water but highly soluble in hot water. It can be prepared by acidifying aqueous solution. ബൊറാക്സിനെ നമ്മൾ എന്താണ് അസിഡിക് സൊല്യൂഷനിൽ ഇട്ടാൽ നമുക്ക് H3BO3 കിട്ടും. It is also formed by the hydrolysis of most boron compounds. നമ്മൾ നേരത്തെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ Na2B4O7 ഹൈഡ്രോലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഓർത്തോബോറിക് ആസിഡ്. ഇപ്പം മോസ്റ്റ് ബോറോൺ കോമ്പൗണ്ട്സ് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്താലും നമുക്ക് ഓർത്തോബോറിക് ആസിഡ് കിട്ടും. It has a layer structure in which planar BO3 unit. യൂണിറ്റ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ യൂണിറ്റ്. ഈ BO3 യൂണിറ്റ്സ് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്ത് ഒരു സ്ട്രക്ചർ ആണ് എന്ത് H3BO3 ഉള്ളത്. ബോറിക് ആസിഡ് ഇസ് എ വീക്ക് മോണോബേസിക് ആസിഡ്. ഇറ്റ് ഇസ് നോട്ട് എ പ്രോട്ടോണിക് ആസിഡ്. അപ്പൊ അതെന്താണ്? മോണോബേസിക് ആസിഡ് ആണ്, പ്രോട്ടോണിക് ആസിഡ് അല്ല. എന്ന് വെച്ചാൽ എന്താണ്? H+ ഡൊണേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ആക്ട് എസ് എ ലൂയിസ് ആസിഡ്. അപ്പം H3BO3 എന്ന് പറയുന്നത് പ്രോട്ടോണിക് ആസിഡ് അല്ല, മറിച്ച് ഒരു ലൂയിസ് ആസിഡ് ആണ്. അപ്പൊ എന്താണ്? അത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് എന്തായി? അതൊരു ഹൈഡ്രോക്സിൽ അയോൺ ഫോം ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BOH4- ഉണ്ടായി. On heating orthoboric acid above 370 Kelvin, it forms metaboric acid. മെറ്റാബോറിക് ആസിഡ് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ നമുക്ക് ബോറിക് ഓക്സൈഡ് കിട്ടും. 370 Kelvin ആണ് ടെമ്പറേച്ചർ. അടുത്ത ഡൈബോറൈൻ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഇൻ ഡൈഇഥൈൽ ഈഥർ. അപ്പം ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഡൈബോറൈൻ കിട്ടും. ലാബ് മെത്തേഡ് എന്താണ്? സോഡിയം ബോറോഹൈഡ്രൈഡിനെ അയഡിൻ വെച്ച് റിയാക്ട് ചെയ്യും, അപ്പോഴും നമുക്ക് ഡൈബോറൈൻ കിട്ടും. ഇൻഡസ്ട്രിയൽ മെത്തേഡ് എന്താണ്? BF3 നമ്മൾ സോഡിയം ഹൈഡ്രൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നു അറ്റ് 450 Kelvin, അപ്പോഴും നമുക്ക് ഡൈബോറൈൻ കിട്ടും. ഡൈബോറൈന്റെ പ്രോപ്പർട്ടീസ് പറയാനാണെങ്കിൽ ഇറ്റ് ഇസ് എ കളർലെസ് ഹൈലി ടോക്സിക് ഗ്യാസ് വിത്ത് ബോയിലിംഗ് പോയിന്റ് ഓഫ് 180 Kelvin. ഡൈബോറൈൻ ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി അപ്പോൺ എക്സ്പോഷർ ടു എയർ. അപ്പൊ ഡൈബോറൈൻ നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്ത് അപ്പോഴേ തീ പിടിക്കും. അപ്പൊ അത് ഹൈലി എക്സോതെർമിക് ആണ്. ഹൈ ടെമ്പറേച്ചേഴ്സ് റീച്ച് ചെയ്യുന്നുണ്ട്. -1976 kJ/mol. ഒരു മോൾ അത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ബോറൈൻസ് ആർ റെഡിലി ഹൈഡ്രോലൈസ്ഡ് ബൈ വാട്ടർ ടു ഗിവ് ബോറിക് ആസിഡ്. അപ്പോൾ നമ്മൾ ബോറൈനെ ഹൈഡ്രോലൈസ് ചെയ്ത് നമുക്ക് ഓർത്തോബോറിക് ആസിഡ് കിട്ടി. ഡൈബോറൈൻ അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻസ് വിത്ത് ലൂയിസ് ബേസസ് ടു ഗിവ് ബോറൈൻ അഡക്സ്. അപ്പം ഡൈബോറൈൻ എന്താണ്? ലൂയിസ് ബേസുമായിട്ട് ആക്ട് ചെയ്യുന്ന നമുക്ക് അഡക്സ് ഫോം ചെയ്യുന്നു പറയുന്നു. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് B2H6 അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ. അമോണിയ റിയാക്ട് നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഫോം ചെയ്യുന്ന മോളിക്യൂളാണ് ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. ഇൻഓർഗാനിക് ബെൻസീൻ സ്ട്രക്ചർ എങ്ങനെയാണ്? കാർബൺ. ബെൻസീൻ റിങ്ങിലാണെങ്കിൽ 6 കാർബണല്ലേ ഉള്ളത്. ഇവിടെ ബെൻസീന്റെ പോലെ സ്ട്രക്ചറിന് സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. B3H6 ഫോം ചെയ്യും. എന്താണ് അവിടെ ചെയ്തത്? നമ്മൾ ഡൈബോറൈനെ അമോണിയ വെച്ച് റിയാക്ട് ചെയ്ത് ഹീറ്റ് ചെയ്തു.
ഇനി BTXന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെയും ബ്രിഡ്ജ് ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ടൈപ്പുള്ള ബ്രിഡ്ജ് ബോണ്ടാണ്, അഥവാ റീസെന്റേഡ് ടു ഇലക്ട്രോൺ ബോണ്ടാണ്. ഇവിടെ ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ, 4 ഹൈഡ്രജൻ ആക്സിൽ പ്ലെയിനിൽ 2 ഹൈഡ്രജൻ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നിൽക്കുന്നു. അപ്പൊ ഈ ബോണ്ട് എന്താ, നമ്മുടെ വേറെ പേരാണ് ബനാന ബോണ്ട് എന്ന് പറയുന്നത്. Okay. Boron also forms a series of hydridoborides. The most important one is the tetrahydride BH4 minus ion. Lithium and sodium tetrahydroborides, also known as borohydrides, are also prepared by the reaction of methyl hydrides with B2H6 and diethyl. അപ്പോൾ മെറ്റൽ ഹൈഡ്രൈഡ്സ് നമ്മൾ B2H6 ഡൈഇഥൈൽ ഇഥറിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മെറ്റലിന്റെ ബോറോഹൈഡ്രൈഡ് കിട്ടും. Both LiBH4 and NaBH4 are used as reducing agents in organic synthesis. They are useful starting materials for preparing other metal borohydrates. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഗ്രൂപ്പ് 13 കഴിഞ്ഞു. ബോറോൺ ഫാമിലി കുറിച്ച് പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് 14 പറ്റിയാണ്. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി. കാർബൺ ഫാമിലി പഠിക്കാനുള്ള എലിമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് ഒക്കെയാണ്. ഈ നാച്ചുറൽ ഒക്കറിംഗ് കാർബൺ കണ്ടെയ്ൻസ് 2 സ്റ്റേബിൾ ഐസോട്ടോപ്സ്. എന്താണ്, കാർബൺ 12 കാർബൺ 13. In addition to these, the third isotope, then carbon 14 is also present. പക്ഷെ എന്താണ്, ഈ കാർബൺ 14 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5770 ഇയേഴ്സ്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഹാഫ് ലൈഫ് ഇത്രയും വലിയ ആയതുകൊണ്ട് കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Silicon is the second most abundant element on Earth's crust and is present in nature in the form of silica and silicate. ഇപ്പൊ സിലിക്കയാണ് എർത്തിന്റെ ക്രസ്റ്റിലുള്ള സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്. ഏത് ഫോമിലാണ് സിലിക്കൺ എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്രസ്റ്റിൽ സിലിക്ക ആയിട്ടും സിലിക്കേറ്റ്സ് ആയിട്ടും. ടിൻ ഒക്കേഴ്സ് മെയിൻലി ആസ് കാസിട്രൈഡ്. ഇതിൽ ഓറിന്റെ പേരുകളാണ് പറയുന്നത്. ലെഡ് ആണെങ്കിൽ ഗലീൻ. ഫ്ലൂറോവിയം ഈസ് സിന്തറ്റിക്കലി പ്രിപ്പയർഡ് റേഡിയോ ആക്റ്റീവ്. ഫ്ലൂറോവിയം എന്ന് പറയുന്നത് സിന്തറ്റിക്കലി പ്രിപ്പയർഡ് ആണ്. The valential electronic configuration of these elements is ns2 np2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ആണ്. ഗ്രൂപ്പ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. All members of group 14 are solids. Okay. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കണം. പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ എന്താണ്, അത് നമ്മൾ സൈസ് നോക്കും. സൈസ് നോർമൽ തന്നെ, മറ്റേ 13 പോലെ വ്യത്യാസമൊന്നുമില്ല, താഴോട്ട് കൂടി വരികയാണ്. പിന്നെ അയനൈസേഷൻ എന്തായാലും നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ലെഡിൻ്റെത് ടിന്നിനേക്കാൾ ഇച്ചിരി കൂടുതലാണ് നോക്കാം. ഓർഡർ തിരിച്ചെഴുതണം. ഓർഡർ എന്തെങ്ങനെയായിരിക്കും? സിലിക്കൺ, ജെർമേനിയം, വരും. ഇലക്ട്രോനെഗറ്റിവിറ്റി ആണെങ്കിൽ താഴോട്ട് എന്താ കുറഞ്ഞ വരും. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് ലെഡിനെന്ന് പറയാം. അപ്പം സെക്കൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ലെഡിനോട്. ഡെൻസിറ്റി നോർമൽ ഓർഡറിൽ തന്നെ എന്താണ്, താഴോട്ട് കൂടി വരേണ്ടതാണ്. പക്ഷെ ഏറ്റവും ഡെൻസിറ്റി ഇവിടെ കുറവാർക്കാണ്? സിലിക്കണ്ണാണ്. അതും നോട്ട് ചെയ്യും. ഡെൻസിറ്റി ആണ് പറയുന്നതെങ്കിൽ സിലിക്കണ്ണാണ് ഏറ്റവും കുറവ്.
മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ജസ്റ്റ് നോക്കി വയ്ക്കുക. താഴെ സാധാരണ നോർമൽ കുറഞ്ഞു വരികയാണ്. മെൽറ്റിംഗ് പോയിന്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ്. ലെഡിന് ഇച്ചിരി കൂടുതലാണ് സിലിക്കണിനെ കാട്ടി. പിന്നെ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോകാം. Chemical properties പറയാം. ആദ്യം oxidation state, tensing chemical reactivity. The common oxidation state exhibited by these elements are +4 and +2. Carbon also exhibits negative oxidation. Carbon negative oxidation state ഉണ്ട്. Compounds in +4 oxidation state are generally covalent nature. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് വലിയ oxidation state ഉള്ളത് ആണെങ്കിൽ അത് covalent ആവാനാണ് ചാൻസ്. In heavier members, the tendency to show +2 oxidation state increases in the sequence. അപ്പോൾ താഴോട്ട് വരുന്നതോടെ എന്താണ് +2 oxidation state കൂടുതൽ സ്റ്റേബിൾ ആവും. നമ്മൾ 13 ഗ്രൂപ്പ് കണ്ട പോലെ തന്നെ എന്താണ് താഴോട്ട് വരുമ്പോൾ +1 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് +3നേക്കാളും സ്റ്റേബിൾ. അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ +4നേക്കാളും +2 ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിക്കൊണ്ടിരുന്നത്. കാർബൺ ആൻഡ് സിലിക്കൺ മോസ്റ്റ്ലി ഷോ +4 ഓക്സിജൻ സ്റ്റേറ്റ്. കാർബൺ സിലിക്കൺ +4 ആണ് കോമൺ. ജർമ്മേനിയത്തിൽ form stable compounds in +4 oxygen state and only few compounds in +2 oxygen state. അപ്പോൾ ജർമ്മേനിയ എന്താണ് +4ഉം +2ഉം കാണിക്കുന്നു, പക്ഷെ കൂടുതലും +4 ആണ്. ടിന്ന് ഫോംസ് കോമ്പൗണ്ട്സ് ഇൻ ബോത്ത് ഓക്സിജൻ സ്റ്റേറ്റ്. പക്ഷെ ലെഡിന് എന്താണ് ലെഡിന് +2 ഓക്സിജൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ സ്റ്റേബിൾ ആയിട്ടുള്ളത്. കാർബൺ കനോട്ട് എക്സീഡ് ഇറ്റ്സ് കോവാലൻസ് മോർ ദാൻ 4. നമ്മുടെ ബോറോൺ പറഞ്ഞ പോലെ തന്നെ കാർബണും കോവാലൻസ് 4ന് മേലെ എന്തുകൊണ്ടാണ് ഡി ഓർബിറ്റൽ ഇല്ല അവർക്ക്. Due to this, their halides undergo hydrolysis and have tendency to form complexes by accepting electrons pairs from donor species. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റടുത്ത് എന്താണ് ട്രൈക്ലോറൈഡ്സ് എന്താണ് ലൂയിസ് ബേസസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അഡക്റ്റ് ഫോം ചെയ്യാറുണ്ട്. അവിടെ അതുപോലെ തന്നെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ആണ് അടുത്ത പറയാൻ പോകുന്നത്. ഇവർ ഓക്സിജനായിട്ട് നമ്മൾ അതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഹാലൈഡ്സ് ഇലക്ട്രോൺസ് റിയാക്ട് ചെയ്ത് എന്താണ് നമുക്ക് എന്താണ് SiF62- JeCl62- ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് എന്താണ് ഇലക്ട്രോൺ വാങ്ങി ഫോം ചെയ്യാറുണ്ട്, കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. ഇതിന്റെ എല്ലാം ഹൈബ്രിഡൈസേഷൻ എന്താ sp3d2 ആണ്, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ്. പക്ഷെ ഇവിടെ നോക്കേണ്ടത് എന്താണ് എക്സെപ്ഷൻ എന്താണ് SiCl62- ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ഓക്സിജൻ റിയാക്ടിവിറ്റി. All members when heated in oxygen forms oxides. There are mainly two types of oxides, monoxide and dioxide. Formula MO and MO2. ഒരു ഓക്സൈഡുമായിട്ട് റിയാക്ട് ഓക്സിജനായിട്ട് റിയാക്ട് ഓക്സൈഡ്സ് ഫോം ചെയ്യാറുണ്ട്, മോണോക്സൈഡും ഡയോക്സൈഡും ഫോം ചെയ്യാറുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം കെമിക്കൽ ക്യാരക്ടർ എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ CO പറയാം. മോണോക്സൈഡ്സ് പറയുകയാണെങ്കിൽ CO എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ജർമേനിയത്തിന്റെ ഓക്സൈഡ് ആണെങ്കിൽ അത് അസിഡിക്ക. ടിന്നിന്റെ ലെഡിന്റെ ആണെങ്കിൽ ടിന്നിന്റെ ലെഡിന്റെ മോണോക്സൈഡ് ആണെങ്കിൽ എന്താണ് ആംഫോട്ടറിക്ക. നമ്മൾ ഡയോക്സൈഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇതിൽ കാർബൺ ഡയോക്സൈഡ്, സിലിക്ക, ജെർമേനിയത്തിന്റെ ഓക്സൈഡ്, ഇതെല്ലാം എന്താണ്? അസിഡിക്കാണ്. ടിന്നിന്റെയും ലെഡിന്റെതും ഡയോക്സൈഡ് നേരത്തെ മേലെ പറഞ്ഞ പോലെ തന്നെ അത് രണ്ടും ആംഫോട്ടറിക്കും കെമിക്കൽ. ഇനി പറയാനുള്ളത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. Carbon, silicon, and germanium and lead are not affected by water. What? Carbon, silicon, germanium, water affect ചെയ്യാറില്ല. lead ആണെങ്കിൽ എന്താ? lead affect ആകാത്തതിന്റെ കാരണം എന്താ? lead ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യാറുണ്ട്. അലൂമിനിയത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. tin decomposes steam to form dioxide and dihydrogen. ഇപ്പൊ tin നമ്മൾ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ആവും. അടുത്ത പറയാനുള്ളത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻ. എന്താണ് ഇവര്? ഹാലജൻ ആയിട്ട് റിയാക്ട് എന്താണ്? എന്തൊക്കെ തരം ഹാലൈഡ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് MX2, MX4, അപ്പം ഡൈഹാലൈഡും ടെട്രാഹാലൈഡും ഉണ്ടാവും. Except carbon, all other members react directly with halogen under suitable condition to make halides. കാർബൺ ഒഴിച്ച് ബാക്കി എല്ലാവരും കണ്ടീഷൻസിൽ നോർമൽ കണ്ടീഷനിൽ വരെ ഹാലൈഡ്സ് ഉണ്ടാകും. മോസ്റ്റ് ഓഫ് ദി MX4 ആർ കോവാലന്റ് ഇൻ നേച്ചർ. +4 ഓക്സിജൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഹാലൈഡ്സ് എന്താണ്? കോവാലന്റ് ആണ്. The central metal atom in these halides undergo sp3 hybridization and the molecule is tetrahedral in shape. പക്ഷേ ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? നിങ്ങൾ പറഞ്ഞു MX4 എന്താ? കൂടുതലും കോവാലന്റ് ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ടിന്നിന്റെയും ലെഡിന്റെയും ഫ്ലൂറൈഡ് EbF4 എന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും അയോണിക്കാം. ഇനി ഹെവിയർ മെമ്പേഴ്സ് ജർമേനിയം ടു ലെഡ് ആർ ഏബിൾ ടു മേക്ക് ഹാലൈഡ്സ് ഓഫ് ദി ഫോർമുല MX2. സ്റ്റെബിലിറ്റി ഓഫ് ഡൈഹാലൈഡ്സ് ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറയുന്നത് താഴോട്ട് വരുന്നവർ +2 ഓക്സിജൻസ് ആണ് കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ താഴോട്ട് വരുമ്പോൾ എന്താണ്? ഡൈഹാലൈഡ്സ് ആയിരിക്കും ടെട്രാഹാലൈഡ്സിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. എക്സെപ്റ്റ് CCl4. പിന്നെ ഇവിടെ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. എന്താണ്? SN4 PB4 അയോണിക്കാന്ന് പറഞ്ഞു. മാത്രമല്ല ലെഡ് അയോഡൈഡ് PbI4, PbI2, PbI4 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യും. എക്സെപ്റ്റ് CCl4. ജർമ്മനി നമ്മൾ പറഞ്ഞു ജർമ്മനി ടു ലെഡ് ഡൈഹാലൈഡ്സ് ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം സ്റ്റെബിലിറ്റി പറയുകയാണെങ്കിൽ താഴോട്ട് +2 സ്റ്റെബിലിറ്റി കൂടുന്ന നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ ജർമ്മേനിയത്തിന്റെ ടെട്രാഹാലൈഡ് ആണ് ജർമ്മേനിയത്തിന്റെ ഡൈഹാലൈഡിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. പക്ഷേ താഴോട്ട് വരുന്നത് ലെഡിന്റെ ഡൈഹാലൈഡ് ആണ് ടെട്രാഹാലൈഡിനേക്കാളും സ്റ്റേബിൾ. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വരുമ്പോൾ എന്താ? +2 ഓക്സിജൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. എക്സെപ്റ്റ് CCl4, other tetrachlorides are easily hydrolyzed by water because the central atom can accommodate the lone pair of electrons from oxygen atom of water molecule in d orbital. അപ്പം CCl4 ടെട്രാക്ലോറൈഡ് വരുമ്പോൾ കാർബൺ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അവർ വാട്ടറിൽ നിന്ന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വാങ്ങി ഹൈഡ്രോലൈസ് ചെയ്യാറുണ്ട്. കാരണം കാർബൺ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും d ഓർബിറ്റ് ഉണ്ട്. ഈ രീതിയിൽ എന്താ? നമുക്ക് ഓരോ ഹാലൈഡുമായിട്ട് വാട്ടർ റിയാക്ട് ചെയ്ത് എന്താ? HCl കളഞ്ഞുകൊണ്ട് OH അവിടെ കയറുന്നു, OH ഗ്രൂപ്പ് കയറുന്നു. അതേപോലെ 4 ഹാലജനെയും റീപ്ലേസ് ചെയ്ത് എന്തായി? സിലിക്കൺ SiOH4I. SiOH4ന്റെ വേറെ പേരാണ് സിലിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്സ് ആൻഡ് അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ. The maximum covalence of carbon is limited to 4.
whereas other members can expand their covalence due to presence of d orbitals. നമ്മൾ പറഞ്ഞതാണ് d orbital ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്താണ് covalence 4ന് മേലെ പോവാം. Carbon also has unique ability to form p pi multiple bonds with itself and with other atoms of small size and high electronegativity. കാർബൺ എന്താണ് കാർബൺ ആയിട്ട് തന്നെ എന്താണ് പി ബൈ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള വേറെ ആറ്റംസും ആയിട്ട് എന്താണ് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. Heavier elements do not form p pi bonds because their atomic orbitals are too large and diffuse. അപ്പം വലിയ എലമെന്റ്സ് വരുമ്പോൾ എന്താ അവരുടെ ഓർബിറ്റൽസ് ഭയങ്കര വലുതുമാണ്, ഭയങ്കര സ്പ്രെഡ് ആയി കിടക്കുകയാണ്. അപ്പൊ അതെന്താ എഫക്റ്റീവ് ഓവർലാപ്പിംഗ് ഉണ്ടാകത്തില്ല. അത് കാരണം അവർക്ക് ഈ എന്താണ് പി പൈ ബോണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കാർബണിന്റെ പി പൈ ഉണ്ടാകുന്ന എക്സാമ്പിൾ എന്താണ് സി ഡബിൾ ബോണ്ട് സി ത്രിബിൾ ബോണ്ട് സി. പിന്നെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആയിട്ടുള്ള ഓക്സിജൻ സൾഫർ നൈട്രജൻ ഇവരുമായിട്ടെല്ലാം എന്താണ് പൈ ബോണ്ട് ഉണ്ടാക്കും. പിന്നെ കാർബൺ ഷോസ് ദി ടെൻഡൻസി ഫോർ കാറ്റിനേഷൻ. എന്താണ് കാറ്റിനേഷൻ? കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എലിമെന്റ് കാറ്റിനേഷൻ ഉണ്ടെന്ന് പറയാം, ആ എലിമെന്റ് എന്താണ് സ്വയം ലിങ്ക് ചെയ്ത് ചെയിൻസും റിങ്സും ഒക്കെ ഫോം ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന് ആ കഴിവുണ്ട്. ദിസ് ഇസ് ബിക്കോസ് കാർബൺ ബോണ്ട്സ് ആർ വെരി സ്ട്രോങ്. Down the group, this size increases and electronegativity decreases, and thereby tendency to show catenation decreases. അപ്പം എന്താണ് ഗ്രൂപ്പിൽ നിന്ന് മേലും താഴോട്ട് വരുമ്പോൾ എന്താ ആറ്റത്തിന്റെ സൈസ് കൂടുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ അവർക്ക് ബോണ്ട് സ്ട്രോങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് കാരണം കാറ്റിനേഷൻ ടെൻഡൻസി കുറഞ്ഞു വരുന്നു. ഓർഡർ ഓഫ് കാറ്റിനേഷൻ പറയുകയാണെങ്കിൽ എന്താ കാർബണിനായിരിക്കും ഏറ്റവും കൂടുതൽ, താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരുന്നു. ജെർമൈനും ടിന്നിനും എന്താണ് ഏകദേശം കമ്പയറബിൾ ആയിട്ടുള്ള കാറ്റിനേഷൻ ടെൻഡൻസിയാണ്. മാത്രമല്ല ഇവിടെ വരുന്ന ലെഡിന് കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഇല്ല. Lead doesn't show catenation. Due to property of catenation and p pi bond formation, carbon is able to show allotropic forms. എന്താണ് കാറ്റിനേഷനും p pi ബോണ്ട് ഫോർമേഷനും പ്രോപ്പർട്ടി കാർബൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താ കാർബണിന് അലോട്രോപിക് ഫോംസ് ഉണ്ട്. കാർബൺ അലോട്രോപ്സ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ 3 അലോട്രോപ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻസ്. അപ്പൊ അതിനകത്ത് ഡയമണ്ടും ഗ്രാഫൈറ്റ് എന്താണ് ക്രിസ്റ്റലൈൻ ആണ്, പക്ഷെ ഫുള്ളറീൻസ് അമോർഫസ് ആണ്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇവരുടെ എന്താണ് എന്തൽപി ഓഫ് ഫോർമേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഡയമണ്ടിന്റെ ആണെങ്കിൽ 1.9 കിലോ ജൂൾ ആണ്. ഗ്രാഫൈറ്റ് നമ്മൾ 0 ആണ്, 0 ആയിട്ട് എടുക്കും. ഗ്രാഫൈറ്റ് 0, ഡയമണ്ടിന്റെ 1.9 കിലോ ജൂൾ പെർ മോൾ. ഫുള്ളറീൻസിന്റെ ആണെങ്കിലോ 38.1 കിലോ ജൂൾ പെർ മോൾ. ഇവരുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എന്താണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ചോദിച്ചാൽ എന്താണ് എന്താണ് ഏറ്റവും കുറവ് ഗ്രാഫൈറ്റ്, ഏറ്റവും കൂടുതൽ ഫുള്ളറീൻസിലാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് പറയാം. In diamond, each carbon atom undergoes sp3 hybridization and linked to 4 other carbon atoms by using hybridized orbitals tetrahedral fashion. ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഓരോ കാർബൺ ആറ്റം എന്താ 4 വേറെ കാർബൺ ആറ്റം ലിങ്ക്ഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കാർബൺ നോക്കുന്നു, കാർബൺ എന്താ ഇങ്ങോട്ട് വേറെ 4 കാർബണായിട്ട് എന്താണ് ലിങ്ക് ചെയ്യുന്നത് sp3 ഹൈബ്രിഡൈസിങ് ഈ ടെട്രാഹീഡ്രൽ ഷേപ്പിൽ നിൽക്കുന്നു. In diamond, each carbon undergoes sp3 hybridization and linked to 4 other carbon atoms. It is very difficult to break extended covalent bonding. ഈ covalent bond ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം എന്താണ് ആൻഡ് ഡയമണ്ട് ഈസ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത്. ഡയമണ്ട് ആണ് എർത്തിലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഹാർഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഡയമണ്ട് ഈസ് യൂസസ് ഇൻ അബ്രേസീവ് ഫോർ ഷാർപ്പനിങ് ഹാർഡ് ടൂൾസ്, മേക്കിംഗ് ഡൈസ് ആൻഡ് മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ്സ്. ഇതിനെല്ലാം ഡയമണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടുത്തെ ഗ്രാഫൈറ്റ് പറയുകയാണെങ്കിൽ ഗ്രാഫൈറ്റിന് ലെയേർഡ് സ്ട്രക്ചർ ആണ്. എന്നിട്ട് ഓരോ ലെയറിന് ഇടയിൽ എന്താണ് വാണ്ടർവാൾ ഫോഴ്സ്, ഈ 2 ലെയറിനെ ഹോൾഡ് ചെയ്യുന്ന വാണ്ടർവാൾ ഫോഴ്സ് ആണെന്ന് പറയാം. ഈച്ച് ലെയർ ഇസ് കമ്പോസ്ഡ് ഓഫ് പ്ലെയിനർ ഹെക്സഗണൽ റിംഗ് ഓഫ് കാർബൺ ആറ്റംസ്. എന്താണ് ഇപ്പം ഓരോ ലെയറിൽ എന്താണ് കാർബൺ റിംഗ്സ് ആയിട്ടാണ് നിൽക്കുന്നത്, ഹെക്സഗണൽ റിംഗ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. Each carbon atom in a hexagonal ring undergoes sp2 hybridization and makes 3 sigma bonds with 3 neighboring carbon atoms. 4th electron forms a pi bond. പറയുന്നത് എന്താണ് ഓരോ കാർബൺ എന്താണ് ചുറ്റുമുള്ള 3 കാർബണായിട്ട് 3 സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. 4ാമത്തെ ഇലക്ട്രോൺ എന്താണ് പൈ ബോണ്ട് ഉണ്ടാക്കുന്നു പറയുന്നത്. ഈ
നാലാമത്തെ ഇലക്ട്രോൺ ഉള്ള പൈ ബോണ്ട് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ദി ഹോൾ ഷീറ്റ്. അപ്പം എന്താണ്, ഈ ഇലക്ട്രോൺസ് ഷീറ്റിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കാം. അപ്പോൾ ഈ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് എന്താണ്, ഇത് ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പൊ ഗ്രാഫൈറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് ക്ലീവ്സ് ഈസിലി ബിറ്റ്വീൻ ദ ലേയേഴ്സ്. ഇത് ലെയർ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഈ ലേയേഴ്സ് തമ്മിലുള്ള ഈസിലി സെപ്പറേറ്റ് ആവും. അതുകൊണ്ടാണ് ഒരു ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആയത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഗ്രാഫൈറ്റ് ഇസ് യൂസ്ഡ് ഡ്രൈ ലൂബ്രിക്കന്റ് ഇൻ മെഷീൻസ് റണ്ണിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ റൺ ചെയ്യുന്ന മെഷീനിൽ നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. കാരണം അത് ഒരു സോഫ്റ്റ് സ്ലിപ്പറി ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫുള്ളറീൻസിനെ പറ്റിയാണ്. എന്താണ് ഫുള്ളറീൻസ്? ഫുള്ളറീൻസ് ആർ മെയ്ഡ് ബൈ ഹീറ്റിംഗ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ഇലക്ട്രിക് ആർക്ക് ഇൻ ദി പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ് സച്ച് ആസ് ഹീലിയം ഓർ ആർഗൺ. ഗ്രാഫൈറ്റിന് എന്താണ്, ഹീലിയം ഓർ ആർഗണിന്റെ പ്രസൻസിൽ നമ്മൾ ഇലക്ട്രിക് ആർക്കിൽ ഹീറ്റ് ചെയ്യുന്നു, അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ കിട്ടിയ സാധനം നമ്മൾ കണ്ടൻസ് ചെയ്യാൻ സമ്മതിക്കുന്നു. കണ്ടൻസ് സമ്മതിക്കുമ്പോൾ എന്താ, പലതരം എന്താണ് ബോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. പല നമ്പറുള്ള കാർബൺസ് ഉണ്ട്. എക്സാമ്പിൾ C60, C70, ഈ എന്താണ് 350 മേലെ ഒക്കെ പോവാം. ഈ C60 മോളിക്യൂൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബക്ക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കാണിക്കുന്ന ഡയഗ്രം. Fullerenes are the only pure form of carbon because they have smooth structure without having dangling bonds. ഇവർക്ക് എന്താണ്, ഡാംഗ്ലിംഗ് ബോൺസ് ഇല്ല. അതുകൊണ്ട് ഇവരാണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് കാർബൺ എന്ന് പറയുന്നത്. Fullerenes are cage like molecules. ഇവർ 60 കാർബൺ ആണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. ഇപ്പൊ എന്താണ്, കേജ് ലൈക്ക് മോളിക്യൂൾ ആണ്, സോക്കർ ബോൾ ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താ, ഇവിടെ നമുക്കൊരു it contains 26 membered rings and 12 5-membered rings. അപ്പം ഒരു 5-membered റിംഗ് കൂടെ കാണാം നമുക്ക്. അതിന് ചുറ്റും 6-membered rings. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഒരു 6-membered റിംഗ് ഒരു 5-membered റിംഗുമായിട്ടും ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു 6-membered റിംഗുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു 5-membered റിംഗ് ആണ് നോക്കുന്നെങ്കിലോ അതിന് ചുറ്റുമുള്ള എല്ലാം 6-membered റിംഗ് ആണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓൾ ദി കാർബൺ ആറ്റംസ് ആർ ഈക്വൽ ആൻഡ് ദേ അണ്ടർഗോ sp2 ഹൈബ്രിഡ്. ഇവിടെ എന്താണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഏതേപോലെ, ഇവിടെ ഗ്രാഫൈറ്റ് പോലെ. പക്ഷെ ഡയമണ്ടിൽ sp3 ഹൈബ്രിഡൈസ് ആയിരുന്നു. Each carbon atom forms 3 sigma bonds with other 3 carbon atoms. Spherical fullerenes are also called buckyballs. Buckyballs എന്താണ്, spherical fullerenesന്റെ വേറെ പേരാണ്. നമുക്ക് കാർബൺ സിലിക്കണിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് നോക്കാം. ഫസ്റ്റ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ആൻഡ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുകയാണ് കാർബൺ, ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. അപ്പൊ നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. ഓൺ സ്മോൾ സ്കെയിൽ പ്യൂർ CO is prepared by dehydration of formic acid. അപ്പം ഫോർമിക് ആസിഡ് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു, എന്ത് വെച്ച്, കോൺസെൻട്രേറ്റഡ് H2SO4 at 373 Kelvin. അപ്പോഴും നമുക്ക് CO കിട്ടും. ഓൺ കൊമേഴ്ഷ്യൽ സ്കെയിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ പാസേജ് ഓഫ് സ്റ്റീം ഓവർ ഹോട്ട് കോക്ക്. അപ്പം കാർബൺ നമ്മൾ എന്താണ്, ഹൈ ടെമ്പറേച്ചർ സ്റ്റീം പാസ് ചെയ്യുമ്പോഴും നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നുണ്ട്. വെൻ എയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റീം, അപ്പൊ നമ്മൾ സ്റ്റീമിന് പകരം എന്താണ്, നമ്മൾ എയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് CO-ന്റെയും N2-ന്റെയും മിക്സർ ആണ് കിട്ടുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് എന്ത് പറയുന്നത്, പ്രൊഡ്യൂസർ ഗ്യാസ്. CO പ്ലസ് N2-ന്റെ വേറെ പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നുള്ളത്. അതേപോലെ CO പ്ലസ് H2ന്റെ വേറെ പേരാണ് ഇത് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്. ഇനി CO-യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കളർലെസ്, ഓഡർലെസ് ആൻഡ് ഓൾമോസ്റ്റ് വാട്ടർ ഇൻസോലുബിൾ ഗ്യാസ്. ഇറ്റ് ഈസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. ആണ്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഓക്സൈഡ്സിനെയും റെഡ്യൂസ് ചെയ്യും എക്സെപ്റ്റ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അവരുടെ ഓക്സൈഡ് വെച്ച് ബാക്കി എല്ലാവരെയും റെഡ്യൂസ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ CO molecule there are 1 sigma and 2 pi bonds. ഒരു സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്, ഒരു സിഗ്മ 2 പൈ ബോണ്ടും ആണ്.
Because of the presence of a lone pair on carbon, CO molecule acts as a donor. CO molecule C എന്താണ് ഒരു lone pair ഉണ്ട്, അതുകൊണ്ടാണ് അത് donor ആയിട്ട് ആക്ട് ചെയ്യും and reacts with certain metals. ചില മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എന്താണ് മെറ്റൽ കാർബോണൈൽസ് ഫോം ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത് NaCO4 ഉം FeCO5 എന്നൊക്കെ പറയും. The highly poisonous nature of CO arises because of its ability to form a complex with hemoglobin. ഇപ്പൊ ഹീമോഗ്ലോബിൻ എന്താണ് നമ്മുടെ ബ്ലഡിലുള്ള ഒരു സാധനമാണ്, ഇതിനാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതാണ്. അതിന് CO എന്താണ് CO ഓക്സിജനേക്കാളും എത്ര 300 ടൈംസ് അഫിനിറ്റി ഉണ്ട് സിഒക്ക്. ഓക്സിജനേക്കാളും 300 ടൈംസ് അഫിനിറ്റി ഉണ്ട് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട്. അതുകൊണ്ട് നമുക്കത് പോയിസണസ് ആണ്. ഈ കാർബൺ ഡയോക്സൈഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇവിടെ കാർബൺ നമ്മൾ എക്സസ് ഓഫ് എയറിൽ, നമ്മൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് CO ആണ് കിട്ടിയത്. എക്സസ് ഓഫ് എയറിലാണെങ്കിൽ നമുക്ക് CO2 കിട്ടും. CH4 പ്ലസ് എന്താണ് കാർബണിനെയോ അല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് ഫ്യൂൾസിനെ നമ്മൾ എക്സസ് ഓഫ് എയറിൽ കമ്പസ്റ്റ് ചെയ്ത് നമുക്ക് CO2 കിട്ടും. In the laboratory, it is conveniently prepared by the action of dilute HCl on calcium carbon. ലാബിലാണെങ്കിൽ കാൽഷ്യം കാർബൺ HCl വെച്ച് റിയാക്ട് ചെയ്താൽ നമുക്ക് CO2 കിട്ടും. On commercial scale, it is obtained by heating limestone. അങ്ങനെ ലൈംസ്റ്റോൺ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടും. It is a colorless and odorless gas and has low solubility in water. ഇതിന്റെ വാട്ടർ സോലിബിലിറ്റി കുറവാണ്, പക്ഷെ വാട്ടറായിട്ട് കമ്പയർ ചെയ്ത് എന്താവും, കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ഡൈബേസിക് ആസിഡാണ്. അതിന്റെ ഡിസോസിയേഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാർബോണിക് ആസിഡ് H2CO3 HCO3 മൈനസ് ബഫർ സിസ്റ്റം ആണ് നമ്മളിൽ ബ്ലഡിലുള്ളത്. അതാണ് നമ്മുടെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്ലഡിന്റെ pH ഏത് റേഞ്ചിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 7.26 to 7.42. പിന്നെ CO2 കുറിച്ച് പറയാനുള്ള എന്താണ്, CO2 പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു സൺലൈറ്റിന്റെ പ്രസൻസിൽ. ക്ലോറോഫിൽ എന്താണ് CO2 എന്തായി ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ. പിന്നെ CO2 നോൺ പോയിസണസ് ആണ്. പിന്നെ CO2 കാരണം അറിയാനുള്ള കാരണം എന്താണ്, ഗ്രീൻ ഹൗസ് എഫക്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് അറിയാം. എന്താണ് CO2 കാരണം അറ്റ്മോസ്ഫിയർ നിൽക്കുന്ന കാരണം എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുന്നു, അല്ലെങ്കിൽ ചൂടിനെ പിടിച്ചു നിർത്തുന്നു CO2. അത് തന്നെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് എ സോളിഡ് ഇൻ ദ ഫോം ഓഫ് ഡ്രൈ ഐസ്. നമ്മൾ ലിക്വിഫൈഡ് CO2നെ റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിച്ചാൽ നമുക്ക് CO2 ഡ്രൈ ഐസിന്റെ ഫോമിൽ കിട്ടുന്നു. പിന്നെ CO2 വേറെ യൂസ് പറയുകയാണെങ്കിൽ CO2 എന്താ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റ് ചെയ്യാൻ, കൂൾ ഡ്രിങ്ക്സ്, അതിനൊക്കെ നമ്മൾ കാർബണേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നുണ്ട്. CO2 മോളിക്യൂൾ എന്താണ് sp ഹൈബ്രിഡൈസേഷൻ ആണ്, സ്ട്രക്ചർ ലീനിയർ ആണ്. പിന്നെ CO2 മോളിക്യൂളിന് എന്താണ് റെസൊണൻസും കാണിക്കുന്നുണ്ട്, അത് നമ്മളിവിടെ പറയുന്നു. ഇതാണ് പറയാൻ പോകുന്നത് സിലിക്കയാണ്. സിലിക്ക എന്താണ്? Silica is a covalent three-dimensional network solid in which each silicon atom is covalently bonded in a tetrahedral manner to 4 oxygen atoms. ഓരോ സിലിക്കണും 4 ഓക്സിജൻ ആയിട്ട് ബോണ്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ SiO2. പല SiO2 മോളിക്യൂള് ജോയിൻ ചെയ്താണ് സിലിക്ക ഫോം ചെയ്യുന്നത്. Silica in its normal form is almost non-reactive because of very high SiO bond enthalpy. It resists the act by halogens. ഇപ്പം SI ബോണ്ട് എന്താ ഭയങ്കര സ്ട്രോങ് ആണ്, കാരണം എന്താണ് ഹാലജൻസിന്റെ ഹൈഡ്രജന്റെയും ആസിഡിന്റെയും ഒക്കെ അറ്റാക്ക് അത് റെസിസ്റ്റ് ചെയ്യും. പക്ഷെ സിലിക്ക റിയാക്ട് ചെയ്യും ആരുടെ കൂടെ? HFന്റെ കൂടെയും NaHന്റെ കൂടെ. അപ്പൊ അതിന്റെ റിയാക്ഷൻ നമ്മൾ താഴെ കാണിച്ചിട്ടുണ്ട്. കോട്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സിലിക്കയുടെ ഒരു ഫോമാണ്, ക്രിസ്റ്റലൈൻ ഫോമാണ്. അതെന്താണ് ഉപയോഗിക്കുന്നത്? വാച്ചിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? പീസോ ഇലക്ട്രിക് അല്ലെങ്കിൽ ടച്ച് കാരണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കോട്സ് എന്ന് പറയുന്നത്. പിന്നെ സിലിക്ക ജെല്ല് എന്ന് പറയുന്നത് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറ്. നമ്മൾ പറയുന്നത് സിലിക്കോൺസിനെ പറ്റിയാണ്. എന്താണ് സിലിക്കോൺസ്? എന്താണ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. അതിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO ആണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? മിഥൈൽ ക്ലോറൈഡ് ആണ് സിലിക്കയായിട്ട് റിയാക്ട് ചെയ്യുന്നത് 570 കെൽവിനിൽ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ. അപ്പൊ നമുക്ക് CH3 SiCl2 കിട്ടും. അതിനെ നമ്മൾ
വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നത് HCl എലിമിനേറ്റ് ചെയ്ത് നമുക്ക് CH3 ട്രൈസ് SiOH ട്രൈസ് കിട്ടും. അങ്ങനെ പല CH3 ട്രൈസ് SiOH ട്രൈസ് എന്താണ് തമ്മിൽ ലിങ്ക് ചെയ്ത് എന്തായി വാട്ടറിനെ എലിമിനേറ്റ് ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഇത് ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഈ ചെയിന്റെ ലെങ്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അവസാനം എന്താ ഒരു CH3 ത്രൈസ് SiCl റിയാക്ട് ചെയ്താൽ എന്തായി ആ ചെയിന്റെ ലെങ്ത് അവിടെ ടെർമിനേറ്റ് ചെയ്യും. സിലിക്കോണിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ അതെന്താണ് വാട്ടർ റിപ്പല്ലിംഗ് ആണ്, ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത്, എന്താണ് റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ ആൻഡ് കെമിക്കൽസ്. നമ്മൾ പറയാൻ പോകുന്നത് സിലിക്കേറ്റ്സിനെ പറ്റിയാണ്. സിലിക്കേറ്റ് എന്താണ്? SiO4 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉള്ള സിലിക്കേറ്റ്സ്. ഇതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സിലിക്കേറ്റ്സിന്റെ ഓരോ യൂണിറ്റ് എന്താണ് ചെയിൻ ആയിട്ടോ റിംഗ് ആയിട്ടോ ഷീറ്റ് ആയിട്ടോ ഒക്കെ ഇങ്ങനെ 3D സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. അപ്പം രണ്ട് സിലിക്കേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലാസും സിമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. ഒരു സിലിക്കൺ 4 ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഈ ഓക്സിജന്റെ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മെറ്റൽ അയോൺസ് വരും. ഇനി സിയലൈറ്റ്, നമ്മൾ നേരത്തെ സിലിക്കയുടെ സ്ട്രക്ചർ പറഞ്ഞല്ലോ. എങ്ങനെ? Si ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ ഇതില് ഈ ഇവിടെ ഒരു സിലിക്കയെ നമ്മൾ കളഞ്ഞിട്ട് നമ്മളിവിടെ എന്തായി അലൂമിനിയത്തിനെ കയറ്റാം. ചില സിലിക്ക ആറ്റംസ് നമ്മൾ മാറ്റി അലൂമിനിയത്തിൽ നമ്മൾ നോക്കുക എന്താ സിലിക്ക 4+ ആയിട്ടാണ് ഇവിടെ നിന്നത്. ഇപ്പൊ നമ്മൾ കയറ്റിയ ആറ്റം എന്ന് പറയുന്നത് Al3+ ആണ്. അപ്പൊ ഇവിടെ എന്താണ് നെഗറ്റീവ് ചാർജ് എക്സസ് ആണ്, ഈ ഇലക്ട്രോൺസ് എക്സസ് ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയും. ഇഫ് എലിമെന്റ്സ് അലൂമിനിയം ആറ്റംസ് റീപ്ലേസ് ഫ്യൂ സിലിക്കൺ ആറ്റംസ് ഇൻ 3D നെറ്റ്വർക്ക് ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്, അതിന് നമ്മൾ അലൂമിനിയം സിലിക്കേറ്റ് എന്ന് വിളിക്കുന്നു. ആ അലൂമിനിയം സിലിക്കേറ്റിന് ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്താ കുറച്ച് കാറ്റോൺസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ Na+K+ പോലുള്ള കാറ്റോൺസിന് കൊടുക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്നതിനെ നമ്മൾ സിയോലൈറ്റ് എന്ന് വിളിക്കുന്നു. Zeolites are widely used as a catalyst in petrochemical industries for cracking of hydrocarbons and isomerization. ഇപ്പോൾ ഹൈഡ്രോകാർബൺസിന്റെ ക്രാക്കിങ്ങിനും ഐസോമറൈസേഷനും വേണ്ടിയൊക്കെ ജെൽസ് ഉപയോഗിക്കുന്നു. ഈ എൻസിആർടിയിൽ തന്നേക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ZSM5 എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ആൽക്കഹോളിനെ ഡയറക്ട്ലി ഗ്യാസലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിയോലൈറ്റ് ആണ്. പിന്നെ ഹൈഡ്രേറ്റഡ് സിയോലൈറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ്നെസ്സിൽ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിൽ ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നതായി ഇമേജ് ഫോം ചെയ്യാറുണ്ട്. നമ്മളവിടെ ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട്, ഹൈഡ്രജൻ പാഠത്തിൽ പഠിക്കുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കട്ടെ. NCERT എന്തായാലും വായിക്കണം. അപ്പൊ അതിൽ നിന്ന് അല്ലാണ്ടൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. അടുത്ത ഗ്രൂപ്പായിട്ട് അടുത്ത സെഷനിൽ. താങ്ക് യു.